ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. സുപ്രഭാതം. ഇവിടെ 8:30 എന്നിട്ടും നേരെ അങ്ങോട്ട് ശരിക്കും വെളുത്തില്ല. നല്ല തണുപ്പുണ്ട്, കാറ്റുണ്ട്. പിന്നെ ഇന്ന് ഡിസംബർ 1 ഓക്കെ, എല്ലാവർക്കും നല്ലൊരു ദിവസം ആകട്ടെ. ഇന്നല്ല, ഇനി അങ്ങോട്ടും മുന്നോട്ടും. ഇനിയിപ്പോൾ ക്രിസ്മസ് നാളുകളൊക്കെ അല്ലേ വരുന്നത്. എല്ലാവർക്കും ക്രിസ്മസൊക്കെ തിരക്കുകളായിരിക്കും അല്ലേ. അപ്പോൾ ഇവിടെയും ക്രിസ്മസ് ലൈറ്റുകളും ക്രിസ്മസ് ഡെക്കറേഷനുകളും ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. അത് നവംബർ പകുതിയാകുമ്പോൾ തൊട്ടേ എല്ലാവരും വീടുകളിലൊക്കെ ഡെക്കറേഷനും ലൈറ്റ്സും ഒക്കെ ഇടാൻ തുടങ്ങും. പക്ഷേ ഇപ്പം പുറത്തോട്ടൊക്കെ ഇറങ്ങിയ സ്ട്രീറ്റിലൊക്കെ നോക്കിയാൽ നല്ല രസമാണ്. എന്താണോ കണ്ണ് കഴിക്കുന്നു. അപ്പോൾ ഞാനിപ്പോൾ എഴുന്നേറ്റതേ ഉള്ളൂ. മണി 8:30 അപ്പോൾ ഇനി ആദ്യം ഒരു ചായ ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ചായയൊക്കെ ഇട്ടിട്ട് ഞാൻ വെള്ളം തിളപ്പിച്ചപ്പോൾ ഒന്നുകൂടെ എളുപ്പമുണ്ടല്ലോ ചായ കുടിക്കാൻ. അങ്ങ് ധൃതിയായി. അപ്പം കെറ്റിലിൽ വെള്ളം തിളപ്പിച്ച് ആകുമ്പം കുറച്ചുകൂടെ എളുപ്പമുണ്ടല്ലോ. അപ്പം ഞാൻ ഇന്ന് ഒരു സ്പെഷ്യൽ ചായയാണ്. ഇത് നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ ഇതെന്താണെന്ന്. കണ്ടോ, പെരിഞ്ചീരകം അല്ലേ. അപ്പം ഞാൻ ഇന്ന് അതിട്ടാണ് ചായ ഉണ്ടാക്കുന്നത്. ഒരു കുഞ്ഞ് സ്പൂൺ ഇത് കണ്ടോ. അപ്പം കൊള്ളാം. ഇവിടുത്തെ സ്വിച്ച് ഓൺ ചെയ്യാതെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്തത്. എളുപ്പം ചെയ്യാൻ എൻ്റെ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. കഴിഞ്ഞ ദിവസം ഞാൻ ഇവിടുന്ന് പോയിട്ട് ഇഡ്ഡലി ഉണ്ടാക്കിയിട്ട് എടുത്ത് കഴിച്ചിട്ടൊക്കെ പോയി. പക്ഷേ പുറത്തോട്ട് ഇറങ്ങിയപ്പം ബസ്സിലിരുന്ന് വീട്ടിലൊക്കെ വിളിച്ചുകൊണ്ടൊക്കെ ഇരുന്ന് ഹോസ്പിറ്റൽ അടുക്കാറായപ്പോഴാണ് ഓർക്കുന്നത് അയ്യോ ഇഡ്ഡലിയൊക്കെ എടുത്ത് കഴിച്ചോ, ഇത് ഓഫ് ചെയ്തോ എന്നുള്ള കാര്യം. അങ്ങനെയൊക്കെ ചെറിയ ഓർമ്മ കുറവുകൾ പോലെയൊക്കെ ഉണ്ട്. എന്നിട്ട് പിന്നെ അത് ഓർത്ത ടെൻഷനായിരുന്നു. അയ്യോ തിരിച്ചു വരുമ്പോൾ വീടെല്ലാം കത്തി നശിക്കുമോ. എന്തായാലും അത് ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓഫ് ചെയ്യും, പക്ഷേ എനിക്ക് പിന്നെ ഒരു ടെൻഷനാണ്, അയ്യോ ചെയ്തോ എന്നുള്ള. അപ്പം കാപ്പിയല്ല ചായ തിളക്കട്ടെ. അപ്പോൾ നമുക്ക് പാലൊഴിക്കാം.